മഴ കുറഞ്ഞെങ്കിലും കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വലഞ്ഞ ജനം. തമ്മനം ശാന്തിപുരം കോളനിയിൽ 60-ലധികം വീടുകളിൽ വെള്ളം കയറി. ആലപ്പുഴ തുറവൂർ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കോട്ടയത്ത് വെള്ളത്തിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ വൈകുന്നേരമാണ് മധ്യകേരളത്തിൽ മഴ ശക്തമായത്. രാത്രിയോടെ കൊച്ചി നഗരത്തിലെ കളമശ്ശേരി സൗത്ത് KSRTC സ്റ്റാൻഡ്, കടവന്ത്ര, തമ്മനം, കലൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം കയറി. ഇന്ന് രാവിലെ കനത്ത മഴ പെയ്തെങ്കിലും ഉച്ചയോടെ മഴയ്ക്ക് ശമനമുണ്ട്. അപ്രതീക്ഷിത മഴയിൽ വീടുകളിലും കടകളിലും വെള്ളം കയറിയത് വലിയ ദുരിതമുണ്ടാക്കി. കാക്കനാട് ഇൻഫോ പാർക്കിൽ ഇന്നലെ വെള്ളം കയറിയെങ്കിലും രാത്രിയോടെ വെള്ളം ഇറങ്ങി. വെള്ളം കയറിയത് കാരണം ഒട്ടേറെ ബൈക്കുകൾക്ക് കേടുപാട് സംഭവിച്ചു. തമ്മനം ശാന്തിപുരത്തെ വീടുകളിൽ വെള്ളം കയറിയത് ദുരിതമുണ്ടാക്കി. ഈ അറ്റം തുടങ്ങി അങ്ങറ്റം വരെ വെള്ളം നിറഞ്ഞടിക്കണം. ഒന്ന് ചവിട്ടി നിന്നൊരു മരുന്ന് കഴിക്കാൻ പോലും ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങാണ്ട് പറ്റൂല. അതുപോലും കഴിക്കാൻ ഇന്നലെ പറ്റിയിട്ടില്ല. എനിക്ക് ഒന്നാമത് അസുഖങ്ങളുള്ളതാണ്, സ്ഥിര അസുഖമാണ്. ആ മരുന്ന് എനിക്ക് ഇന്നലെ കഴിക്കാനും കൂടി പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇത്ര നേരത്തിനുള്ള ഒരു ഗ്ലാസ് കാപ്പി അനത്തി കുടിക്കാൻ നമുക്ക് വരുന്നത്. ഇവിടെ എലിക്കാട്ടവും അഴുക്കൊക്കെ വന്ന് കയറി കിടക്കുകയും. വെള്ളക്കെട്ട് കാരണം ആലപ്പുഴയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. അടുത്ത 2 ദിവസത്തേക്ക് മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.